എക്സാമിനർ കോമേഴ്സ് ഫാമിലി. അപ്പോൾ മിസ്സിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണപരീക്ഷയുടെ സമയത്ത് മിസ് പറഞ്ഞു ഉടനെ തന്നെ ക്രിസ്മസ് പരീക്ഷ വരും എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം വന്നു. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് അത്രയും ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ഉടനെ തന്നെ എത്തും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അധികം സമയമില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ ഈ എക്സാമിൻ്റെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ഫിയർ, അല്ലേ? പേടി. എല്ലാത്തിനോടും പേടിയായിരിക്കും നിങ്ങൾക്ക് എന്നെ ചെയ്യണം, ഇനി അടുത്ത ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ റിവിഷൻ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ പഠിക്കാനിരിക്കണോ, അല്ലെങ്കിൽ ടൈം ടേബിൾ എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യും എന്നുള്ളൊരു ഫിയർ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന് കിട്ടിയ മാർക്സ് ചില എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് മാർക്ക് നിങ്ങൾക്ക് കുറവ് കിട്ടിയവർ കാണും, ഫെയിലായ കുഞ്ഞുങ്ങൾ കാണും, അല്ലെ? എക്സ്പെക്ട് ചെയ്ത് അത്രയും മാർക്കിലോട്ട് എത്താതെ വന്ന കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഓൾറെഡി ഒരു പേടി നിങ്ങളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് നല്ല പാടാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരുമായിരിക്കും, അല്ലേ? അതൊക്കെ നിങ്ങൾ മാറ്റുക. ഈ ഒരു ഫിയറിനെ നിങ്ങൾ പോസിറ്റീവ് സൈഡിലോട്ട് കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഫിയർ പോസിറ്റീവ് ഔട്ട്കം തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെയാണ്, ഒരു ഫിയർ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഔട്ട്കം തരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും, അല്ലേ? സിമ്പിൾ. മിസ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മിസ്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ മിസ്സിൻ്റെ എക്സാമിന് ക്ലാസ്സിൽ പഠിക്കാതെയോ നിങ്ങൾ പോകാറുണ്ടോ? ഇല്ല, അല്ലേ? നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ്. മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വിളിക്കും, ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും വീട്ടിൽ വിളിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഹോൾ ക്ലാസ്സിന് മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലേലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കും, അല്ലേ? ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പറയുന്നു, ഈ മിസ് എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തോന്നും. പക്ഷേ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മളറിയാതെ തന്നെ ആ മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ എക്സാമും അല്ലെങ്കിൽ ഹോംവർക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഏകദേശമൊക്കെ പഠിച്ച് കവറായിട്ട് പോകും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ട്, ആ പേടി കാരണം നിങ്ങൾ ഇരുന്ന് പഠിച്ചു, അല്ലേ? നിങ്ങൾ പോലും അറിയാതെ ആ പേടി കാരണം ഇരുന്ന് നിങ്ങൾ ഹോംവർക്ക് ചെയ്തു. അപ്പോൾ അതിലൂടെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലേ? അപ്പം അതുപോലെ തന്നെ ഫിയറിനെ ഒരു പോസിറ്റീവ് സൈഡിലായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഇപ്പം നമ്മൾ ഫിയർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേ എല്ലാവരും നെഗറ്റീവ് എന്നായിരിക്കും എല്ലാവരും പറയുന്നത്, അല്ലേ? ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലാതെ നിങ്ങൾ പോസിറ്റീവ് സൈഡിലൂടെ കാണുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പം, അതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ എല്ലാവരും മിക്കവരും ഇപ്പോൾ മിസ്സിൻ്റെ ഉൾപ്പെടെ, മിസ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് മിസ്സിന് ഉൾപ്പെടെ ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ക്ലാസ്സിലൊക്കെ അറ്റൻറ്റീവായിട്ടൊക്കെ ഇരിക്കാം, പക്ഷേ എക്സാം എഴുതുന്നത് ശരിയല്ല, അല്ലേ? അങ്ങോട്ട് ശരിയാവത്തില്ല. നമ്മൾ പഠിച്ച സാധനം വരെ നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് അറിയാവുന്നതും കൂടെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് വരും, അല്ലേ? അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവർക്ക് വേണ്ടിയാണ് മിസ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊരു പർട്ടിക്കുലർ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പേടിയെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുക. അതായത് എന്താണോ പേടി, ആ പേടി എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾ നോക്കി ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടൻസി ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പേടിയാണ്, പ്രോബ്ലം പേപ്പറാണ്, പേടിയാണ്, ചെയ്താൽ ഒരിക്കലും ടാലി ആവത്തില്ല, എൻ്റെ ജന്മത്തത് ടാലി ആയിട്ടില്ല എന്നൊരു പേടിയാണെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ സമയമിരുന്ന് നിങ്ങൾ അതിന് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഏറ്റവും നല്ല റെമഡി. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഹാൾ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു ടെൻഷൻ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടെൻഷൻ, അല്ലേ? നിങ്ങൾ കുറേ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലത്തെ അതേ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ പോകും. മിസ് അത് ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പേടി, ഫിയർ ടുവേർഡ്സ് എക്സാം എന്ന് പറയുന്ന സാധനം അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം എക്സാമിനോട് പേടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പേടി ശരിക്കും നല്ലതാണ്. കാരണം നമ്മൾ പറയും പേടി കാരണം കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പേടി കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ക്രിസ്മസ് എക്സാം വരുവാ, എനിക്ക് ടെൻഷൻ എങ്ങനെയും ഒന്നിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ളൊരു പേടി കാരണം നമ്മളിരുന്ന് പഠിക്കും, അല്ലേ? ആ ഒരു പേടി കാരണം നിങ്ങളിപ്പം നമ്മുടെ സൺഡേ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ഒരു പേടി കാരണം നിങ്ങൾ ഇനി മുന്നോട്ട് നിങ്ങൾ തന്നെ ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്ത് നിങ്ങളിരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നു അല്ലേ, നമ്മൾ തരുന്ന എക്സ്ട്രാ വീഡിയോസ് കാണുന്നു അല്ലേ, നമ്മുടെ ഷോർട്സുകൾ കാണുന്നു, അതിലൂടെ ഒക്കെ നിങ്ങൾ പഠിക്കുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പേടി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡും കൂടെയാണ്. അതേസമയം എനിക്ക് പേടിയൊന്നുമില്ല മിസ്സേ, എക്സാം വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് എഴുതും, അല്ലെങ്കിൽ ഞാൻ വന്ന് എഴുതിയിട്ട് അങ്ങ് പോകും, മാർക്ക് കിട്ടിയാലും ഇല്ലല്ലോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഡേഞ്ചറസ് ആണ്. അതേസമയം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ആ ഒരു പേടിനെ നിങ്ങൾ പോസിറ്റീവ് സൈഡിലൂടെ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം മോട്ടിവേഷൻ്റെ കാര്യം നിങ്ങളെല്ലാവരും പറയും മിസ്സേ മോട്ടിവേഷൻ വേണം, മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയാം അല്ലേ. ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങളിൽ തന്നെ ആദ്യം നിങ്ങൾ കൊണ്ടുവരിക. അതായത് ഇപ്പം മിസ്സ് പറയുമ്പോഴത്തേക്ക് ഇപ്പം മിസ്സ് മോട്ടിവേറ്റ് ചെയ്യുവാണ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ കയറും. പക്ഷേ പ്രശ്നം വരാൻ എന്നാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ അങ്ങ് പോകും, ആ മോട്ടിവേഷൻ അങ്ങ് ചോർന്നു പോകും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൈൻഡിൽ നിലനിൽക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് മോട്ടിവേറ്റഡ് ആവണം. എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, എനിക്ക് നല്ല കോഴ്സിന് ജോയിൻ ചെയ്യണം, നല്ല ജോലി വേണം എന്ന് നിങ്ങൾ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതിനാണ് ജസ്റ്റ് എയിം സംതിങ്. അതായത് നിങ്ങൾ വെറുതെ ഒരു കാര്യമല്ല, നിങ്ങൾക്ക് എന്താവണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എത്തേണ്ടതെന്നുള്ളൊരു എയിം നിങ്ങൾ വെക്കുക. ചിലപ്പം ഇന്ന കോളേജിൽ എനിക്ക് പഠിക്കണം എന്നായിരിക്കും ചിലവരുടെ എയിം. ചിലവർ എനിക്ക് ഇന്ന പ്രൊഫഷണൽ കോഴ്സ് എനിക്ക് ക്ലിയർ ചെയ്യണം, ഇപ്പം എനിക്ക് CA ആവണം അല്ലെങ്കിൽ ACCA ആവണം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ എയിം വെക്കാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീം കാണും, ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എയിം വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു താല്പര്യം വരത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് സ്വയമേ ഒരു മോട്ടിവേഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു മോട്ടിവേഷൻ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ ഒരു എയിം നിങ്ങൾ വെക്കുക. നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ബിസിനസ്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവാണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിമാണ്, ഗോളാണ് അല്ലേ. അതുപോലൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തുമാത്രം എഫേർട്ട് ഇടണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടി എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അനുസരിച്ചിരിക്കും ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ 11th and 12th മാത്രമല്ല, നിങ്ങളുടെ സ്കൂളിംഗ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടൊരു ലോകമുണ്ട്. അതിലോട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ഡിസിഷനാണ്. ചിലപ്പം നിങ്ങൾക്ക് കുറേ എയിം കാണും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹമുള്ളവർ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കാരണം നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നിങ്ങൾക്ക് കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ കുറേ ഡ്രീംസ് കാര്യങ്ങളൊക്കെ കാണും, ഓരോ കാര്യങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകണം എന്ന കുറേ ഡ്രീംസ് ഒക്കെ കാണും അല്ലേ. അതൊക്കെ നിങ്ങൾ അന്നേരം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ ഉഴപ്പൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പിന്നെ പഠിക്കാം നാളെ ആവട്ടെ എന്നുള്ള ആ ഒരു മാറ്റി വെക്കുന്ന സ്വഭാവം നിങ്ങൾ ഇപ്പം തന്നെ എടുത്ത് മാറ്റിക്കോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മെയിൻ എക്സാമോ അല്ലെങ്കിൽ ഡിസംബറിലെ എക്സാമോ മാത്രമല്ല, നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ പറ്റിയും കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വരുന്ന സൺഡേ നമുക്ക് 20 days ചലഞ്ച് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി, എന്തൊക്കെ പഠിക്കണം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ടൈം ടേബിൾ വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്ത് തരാൻ വേണ്ടി ഇവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് എക്സാമിനർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും. അപ്പം ആ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഇവൻ്റ് ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി നിങ്ങൾ വരിക. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ, അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ നമ്മൾ സൺഡേ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് പേടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡാണോ മാറ്റേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എക്സാമിനെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. അങ്ങനെ പേടിയുള്ളവർ നിങ്ങൾ കുറേ വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അതേസമയം ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം നാളെ നിങ്ങൾക്ക് സൺഡേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ടെൻഷൻ ആവേണ്ട, നമ്മുടെ ആ 20 day ചലഞ്ചിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ ആയിരിക്കും ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്.